ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും PSC കയ്യെഴുത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയുള്ള ക്ലാസ്സുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിന്ന് PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള ഹൃദയം എന്ന് പറയുന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാം PYQ ആണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സാധാരണ അളവിൽ നിന്നും രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥയെ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും കേട്ടോ. ഹൈപ്പർ ടെൻഷൻ എന്നാണ് BP കൂടുന്ന അവസ്ഥയെ പറയുന്നത്. അപ്പോൾ കുറയുന്ന അവസ്ഥ എന്താണ്? അതിനെ ഹൈപ്പോ ടെൻഷൻ എന്നാണ് പറയുന്നത്. കുറയുന്ന അവസ്ഥയെ ഹൈപ്പോ ടെൻഷൻ എന്നും ഉയരുന്ന അവസ്ഥയെ ഹൈപ്പർ ടെൻഷൻ എന്നുമാണ് പറയുന്നത്. ഒരുപാട് PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത് കണ്ടോ. സ്റ്റെൻറ്റ് ചികിത്സ എന്താണ്? സ്റ്റെൻറ്റ് ചികിത്സ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? എന്തുമായിട്ടാണ്? ഹൃദയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സ്റ്റെൻറ്റ് ചികിത്സ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പറയുന്ന പേരാണെന്ത്? ബൈപ്പാസ് സർജറി അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഹൃദയധമനികളാണെന്ത്? ബൈപ്പാസ് സർജറിയിൽ മാറ്റിവെക്കുന്നത്. ക്യാൻസർ ബാധിക്കാത്ത ഏക ശരീരാവയവമാണെന്ത്? ഹൃദയം. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവമാണ് ഹൃദയം. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുന്ന രോഗത്തിന് പറയുന്ന പേരെന്താണ്? വാതപ്പനി അല്ലെങ്കിൽ റുമാറ്റിക് ഫീവർ എന്നാണ്. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുന്ന രോഗമാണെന്ത്? വാതപ്പനി അല്ലെങ്കിൽ റുമാറ്റിക് ഫീവർ. കണ്ടോ, സാധാരണ അളവിൽ രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥ ഹൈപ്പർ ടെൻഷൻ, കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ. സ്റ്റെൻറ്റ് ചികിത്സ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹൃദയവുമായിട്ട്. ഹൃദയധമനികൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ബൈപ്പാസ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരാവയവം ഹൃദയം. ഹൃദയവാൽവുകൾക്ക് തകരാറുണ്ടാകുന്ന രോഗം എന്താണ്? അത് വാതപ്പനിയാണ് കേട്ടോ. അടുത്തത് നോക്കിയേ. ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ കൂടുതലാവുന്ന അവസ്ഥ. 100-ൽ കൂടുതലാവുന്ന അവസ്ഥയാണെന്ത്? ടാക്കികാർഡിയ. 100-ൽ കൂടുതലാവുന്ന അവസ്ഥ ടാക്കികാർഡിയയും 60-ൽ താഴെയാകുന്ന അവസ്ഥ ബ്രാഡികാർഡിയയും കേട്ടോ. ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ കൂടുതലാവുന്ന അവസ്ഥ ടാക്കികാർഡിയയും 60-ൽ താഴെയാകുന്ന അവസ്ഥയാണെന്ത്? ബ്രാഡികാർഡിയയും. ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയതാളത്തിൻ്റെ പറഞ്ഞ പേരാണെന്ത്? അരിത്മിയ. ഹൃദയത്തിൻ്റെ വൈദ്യുത സംവിധാനത്തിൽ തകരാറുകൾ സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന അസാധാരണമായ ഹൃദയതാളത്തിൻ്റെ പറഞ്ഞ പേരെന്താണ്? അരിത്മിയ എന്നാണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥ എന്താണ്? ത്രോംബോസിസ് ആണ്. രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണെന്ത്? ത്രോംബോസിസ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗത്തിന് പറയുന്ന പേരെന്താണ്? ആൻജിയോഗ്രാഫി എന്നാണ്. എന്താണ്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളിൽ രക്തക്കട്ടകളുടെ സാന്നിധ്യം കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗമാണെന്ത്? ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപപ്പെടുത്തുന്ന ദൃശ്യചിത്രത്തിന് പറയുന്ന പേരെന്താണ്? ആൻജിയോഗ്രാം എന്നാണ്. ആൻജിയോഗ്രാഫി ഉപയോഗിച്ച് രൂപം കൊള്ളുന്ന ദൃശ്യചിത്രങ്ങളാണെന്ത്? ആൻജിയോഗ്രാം. കണ്ടോ, ഹൃദയസ്പന്ദന നിരക്ക് 1 മിനിറ്റിൽ 100-ൽ കൂടുതലാവുന്ന അവസ്ഥ ടാക്കികാർഡിയയും 60-ൽ താഴെയാവുന്ന അവസ്ഥ ബ്രാഡികാർഡിയയും. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്താണ്? സാധാരണ അളവിൽ നിന്ന് രക്തസമ്മർദ്ദം ഉയരുന്ന അവസ്ഥയാണെന്ത്? ഹൈപ്പർ ടെൻഷൻ. കുറയുന്ന അവസ്ഥ ഹൈപ്പോ ടെൻഷൻ. ടാക്കികാർഡിയ ഹൃദയസ്പന്ദന നിരക്ക് 100-ൽ കൂടുതലാവുന്നതും ബ്രാഡികാർഡിയ ഹൃദയസ്പന്ദന നിരക്ക് 60-ൽ താഴെയാകുന്നതാണ്. അടുത്തതിലോട്ട് പോവാം. അടുത്തതുണ്ടോ? ഹൃദയം. ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതി എന്താണ്? ആൻജിയോപ്ലാസ്റ്റിയാണ്. എന്താണ്? രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതിയാണെന്ത്? ആൻജിയോപ്ലാസ്റ്റി. രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത്? അതിരോസ്ക്ലീറോസിസ്. രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് എന്തോ ചെയ്യും? ചുരുങ്ങിപ്പോവും. ആ ഒരു അവസ്ഥയെ പറയുന്ന പേരെന്താണ്? അതിരോസ്ക്ലീറോസിസ് എന്നാണ്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണെന്ത്? കൊറോണറി ഹൃദ്രോഗം. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം എന്താണ്? കൊറോണറി ഹൃദ്രോഗമാണ്. അപ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ടകളെ നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചികിത്സാ രീതി എന്താണ്? അത് ആൻജിയോപ്ലാസ്റ്റിയാണ്. രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴുപ്പടിഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന അവസ്ഥ എന്താണ്? അത് അതിരോസ്ക്ലീറോസിസ് ആണ്. ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണെന്ത്?
കൊറോണറി ഹൃദ്രോഗം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണെന്ത്? സെറിബ്രോ വാസ്കുലാർ രോഗം. തലച്ചോറിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗം എന്താണ്? സെറിബ്രോ വാസ്കുലാർ രോഗം. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണെന്ത്? പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. കൈകാലുകൾക്ക് രക്തം വിതരണം ചെയ്യുന്ന രക്തക്കുഴലുകളെ ബാധിക്കുന്ന രോഗമാണെന്ത്? പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റൂമാറ്റിക് പനി മൂലം, അപ്പോൾ റൂമാറ്റിക് ഫീവർ അല്ലെങ്കിൽ വാതപ്പനി എന്ത് മൂലമാണ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ മൂലമാണ് കേട്ടോ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റൂമാറ്റിക് പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയവാൽവുകൾക്കും ഉണ്ടാകുന്ന കേടുപാടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? റൂമാറ്റിക് ഹൃദ്രോഗം എന്നാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന റൂമാറ്റിക് പനി മൂലം ഹൃദയപേശികൾക്കും ഹൃദയവാൽവുകൾക്കും ഉണ്ടാക്കുന്ന കേടുപാടുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? റൂമാറ്റിക് ഹൃദ്രോഗമെന്നാണ്. ഹൃദയത്തിൻ്റെ പുറംപാളിയിലും ഹൃദയപേശികൾക്കും ഉണ്ടാകുന്ന വീക്കമാണെന്ത്? പെരിക്കാർഡിറ്റിസ് അല്ലെങ്കിൽ ഹൃദയവീക്കം. ഹൃദയത്തിൻ്റെ പുറംപാളിയിലും ഹൃദയപേശികൾക്കും ഉണ്ടാകുന്ന വീക്കമാണെന്ത്? പെരിക്കാർഡിറ്റിസ് അല്ലെങ്കിൽ ഹൃദയവീക്കം. ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന എന്താണ്? ഇരട്ട സ്ഥലമാണെന്ത്? പെരിക്കാർഡിയം അല്ലേ. അതിനുണ്ടാകുന്ന വീക്കത്തിന് പറഞ്ഞ പേരെന്താണ്? പെരിക്കാർഡിറ്റിസ്. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാത്തത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദനയാണെന്ത്? ആൻജിന. കൊറോണറി ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മൂലം ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാത്തത് മൂലം ഉണ്ടാകുന്ന നെഞ്ചുവേദനയാണെന്ത്? ആൻജിന. അപ്പോൾ നമ്മൾ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള ഹൃദയം എന്ന ഭാഗത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കിയത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും